കേരളത്തിൽ മസ്തിഷ്ക മരണങ്ങൾ ഏറി വരികയാണ്. പലപ്പോഴും വാഹനാപകടങ്ങളിലെല്ലാം ഉണ്ടാകുന്നത് മസ്തിഷ്ക മരണങ്ങളാണ്. മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യുന്നതിന് പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവയവദാന പ്രക്രിയ രാജ്യത്ത് നടക്കുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് 1994 ആക്ടിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് 2014 ആ ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ടാണ് രാജ്യത്ത് എവിടെയും ട്രാൻസ്പ്ലാന്റേഷൻ നടപടികൾ നടക്കുന്നത്. അതിൽ തന്നെ മസ്തിഷ്ക മരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഈ ചട്ടങ്ങളിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സർ, എങ്ങനെയാണ് മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, ഞാനത് ആവർത്തിക്കുന്നില്ല. അതിൽ കേരളം കൊണ്ടുവന്ന ഒരു മാനദണ്ഡമാണ് ആ ഹോസ്പിറ്റലിന് പുറത്തുള്ള ഒരാൾ, ഒരു ഡോക്ടർ എംപാനൽ ചെയ്ത എംപാനൽഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആ സംഘത്തിൽ ഉണ്ടാകണമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ മുഴുവൻ പ്രൊസീഡിങ്സും വീഡിയോ റെക്കോർഡിംഗ് നടത്തണം. കാരണം പിന്നീടൊരു ലീഗൽ ഇഷ്യൂ ഉണ്ടായാൽ ഇത് പരിശോധിക്കുന്നതിനും ഈ വീഡിയോ റെക്കോർഡിംഗിൽ തന്നെ ഇത് സ്വാഭാവികമായിട്ടുള്ള മസ്തിഷ്ക മരണമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതിനും അത് തെളിയിക്കുന്നതിനും ഈ വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ളവ ആവശ്യമാണ്. 6 മണിക്കൂർ ഇടവിട്ട് 2 പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ തീർച്ചയായിട്ടും രോഗിയുടെ ആ പേഷ്യന്റിന്റെ ബന്ധുക്കളുടെ ഉൾപ്പെടെയുള്ള സമ്മതപത്രം അതും ഈ ചട്ടം അനുശാസിക്കുന്ന അത് ഫോമിനകത്ത് തന്നെ, നിശ്ചിത ഫോമിനകത്ത് തന്നെ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആ ഫോമിനകത്ത് അവരുടെ കൺസെന്റും ആവശ്യമാണ്. പൂർണ്ണമായിട്ടും ചട്ടങ്ങളുടെ, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്.